നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കം നടത്തി ഹൈക്കോടതി. കേന്ദ്രം നടത്തുന്ന അന്വേഷണം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതേ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഹർജി 24-ാം തീയതി പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണ്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹർജിക്കാരനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോടതിയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സ്ലോജിക് കൊച്ചിയിലെ CMRL കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെ അന്വേഷണത്തിനായി മുതിർന്ന ഉദ്യോഗസ്ഥ സംഘത്തെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് നിയോഗിച്ചത്. അതേസമയം എക്സ്ലോജിക് ജീവനക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ മാത്യു കുഴൽനാടൻ MLA ആവശ്യപ്പെട്ടുവെങ്കിലും മറുപടി കിട്ടിയില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകൾക്ക് മറയായ ഷെൽ കമ്പനിയാണിതെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേന്ദ്രത്തിൻ്റെത് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് CPM-ന്റെ നിഗമനം. വിവാദം തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കി പാർട്ടിക്കും സർക്കാരിനും പരിക്കേൽപ്പിക്കാനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കത്തെ കരുതലോടെ ചെറുക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. ഈ ഒരു വിഷയത്തിൽ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ വീണ വിജയൻ വ്യക്തിപരമായി നടത്തും എന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. CMRL-ഉം എക്സ്ലോജിക്കും തമ്മിലുള്ളത് 2 കമ്പനികളുടെ കരാർ പ്രകാരമുള്ള ഇടപാടാണ് എന്നും അക്കൗണ്ട് വഴി നടന്ന പണവിനിമയം സുതാര്യമാണെന്നും മാസപ്പടി വിവാദത്തിൽ CPM പ്രതികരിച്ചിരുന്നു. കേരളത്തിലും കർണാടകയിലും നികുതി അടച്ചെന്ന് ധനം വകുപ്പും അറിയിച്ചിട്ടുണ്ട്. ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവിൽ സ്വാധീനമുള്ള ഉന്നതന്റെ മകളെന്ന് വീണയെ വിശേഷിപ്പിച്ചതിൽ തന്നെ രാഷ്ട്രീയമുണ്ട് എന്ന വാദമായിരിക്കും CPM ഉയർത്തുക. വീണയ്ക്ക് സ്വകാര്യ കമ്പനിയായ CMRL 1.72 കോടി രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തൽ നടത്തിയിരുന്നു. എന്തായാലും ഈയിടയ്ക്കായിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലെത്തിയത്. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവ്. 3 അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണത്തിന് പ്രഖ്യാപിച്ചത്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, പോണ്ടിച്ചേരി ROC A ഗോകുൽനാഥ് എന്നിവർക്കായിരുന്നു അന്വേഷണ ചുമതല. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറായിരുന്നു ഉത്തരവിറക്കിയത്. അന്വേഷണം കരിമണൽ കമ്പനിയായ CMRL-നെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയുമുണ്ട്. എക്സ്ലോജിക് കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.